ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. ഇന്ന് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നേരിട്ട ഒരു ദുരനുഭവം, ഒരു വിവാഹത്തിലൂടെ, ഒരു പ്രണയത്തിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ദുരന്തമായിട്ട് മാറിയ അവസ്ഥയെക്കുറിച്ചിട്ട് സംസാരിക്കാം. പ്രണയിച്ച് വിവാഹം കഴിച്ചു. പ്രണയിക്കുമ്പോൾ പ്രണയിനി പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പ്രണയിക്കുമ്പോൾ ആ ഒരു കുടുംബജീവിതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാവും അതിനെക്കുറിച്ചൊന്നും അപ്പം ചിന്തിക്കില്ലല്ലോ. അപ്പോൾ പ്രണയം അതിൻ്റെ വഴിക്ക് അങ്ങനെ കൊണ്ടുപോയി അവസാനം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ വിവാഹിതരായപ്പോൾ പയ്യൻ്റെ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും ഒരു ചേച്ചിയാണ് ഉള്ളത്. ചേച്ചി ജോലിയൊക്കെ ആയിട്ട് വേറെ സ്ഥലത്താണ്. പിന്നെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് അവർ വേറെയാണ്. ഇവിടെ പയ്യനും അമ്മേനെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മിക്കവാറും ചേച്ചിയുടെ കുട്ടികളുടെ കാര്യം ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ അടുത്താണ്. അപ്പോൾ ഇയാൾ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് കുറച്ച് ദിവസമൊക്കെ അമ്മ ഇടയ്ക്കൊക്കെ ഉണ്ടാവും എന്നല്ലാതെ സ്ഥിരമായിട്ട് അയാളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. പെൺകുട്ടിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയും ഗവൺമെൻറ് ജോലിയൊന്നുമല്ല, സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തി പോകുന്ന ഒരു ആളാണ്. ഒരു 3-4 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത്. അവർ നല്ല രീതിക്ക് തന്നെ ഈ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ നല്ല സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചുറ്റുപാടിൽ വളർന്നു വന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അടുക്കള ജോലിയും വീട്ടു ജോലിയും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അമ്മമ്മയൊക്കെ ഉള്ള ഒരു വീട്ടിൽ വളർന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവർ കാര്യമായിട്ട് പെൺകുട്ടിയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വീട്ടിലെ കുടുംബപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വീടിനോ നമ്മുടെ എന്തൊക്കെ വേണം ഒരു ലൈഫിനകത്ത് എന്നുള്ള അത്തരം കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടിയെ അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു രീതിയൊന്നും ഈ പെൺകുട്ടിക്കില്ല. ഈ പെൺകുട്ടി പ്രണയിച്ച് നടന്നു എന്നല്ലാതെ കുടുംബജീവിതത്തിനെ കുറിച്ചൊന്നും ഈ കുട്ടിക്ക് കൂടുതലൊരു അറിവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ കല്യാണം കഴിക്കണം എന്നുള്ളൊരു മോഹം അങ്ങനെ ഉണ്ടായിരുന്നു. ഇയാൾ കുറേ ഒഴിഞ്ഞു മാറിയിട്ടും ഈ പെൺകുട്ടിയുടെ നിർബന്ധപ്രകാരമാണ് ഇയാളെ എപ്പോഴും വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇയാൾക്ക് ഈ പെൺകുട്ടിയോട് പ്രണയം തോന്നിയത്. ഒരുപാട് പ്രാവശ്യം ഏത് കാര്യമാണെങ്കിലും ഒരാളെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്കൊരു ചായ്വ് ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇയാൾക്ക് ആ പെൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നിയിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈ പെൺകുട്ടിയാണ് വന്നിട്ട് ഒരുപാട് തവണ ഇയാൾ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഏട്ടനെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് കാണുമ്പോഴും എവിടുന്ന് കാണുമ്പോഴും ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും അങ്ങനെയൊക്കെ നടന്നാണ് ഇയാൾ ഈ പെൺകുട്ടിയോടൊരു ഇഷ്ടം ഉണ്ടായതും. അങ്ങനെ ഒരു 3-4 വർഷം പിന്നെ പ്രണയം ആയി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി വീട്ടുകാരുടെ അറിവിൽ എത്തിച്ച് നല്ല രീതിക്ക് തന്നെ വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊക്കെ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും ഹാപ്പി തന്നെയായിരുന്നു. പക്ഷേ ഈ വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കുടുംബജീവിതത്തിനകത്ത് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, എങ്ങനെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കണം. ഇയാളാണെങ്കിൽ ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ അടുത്തായതുകൊണ്ട് ഇയാൾ എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛനും ഇല്ലല്ലോ. അപ്പോൾ ഇയാൾ കരുതിയ പോലുള്ള ഒരു അവസ്ഥയല്ല പിന്നീട് കുടുംബജീവിതം തുടങ്ങിയപ്പോൾ ഉണ്ടായിപ്പോയത്. അവിടെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പലരും ഓരോന്ന് ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അയാൾ ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പലരും മോഹിക്കും. അതിപ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ ഓരോരോ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഓരോരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇതുപോലെ ആവണം. അപ്പോൾ ഇയാൾ വിചാരിച്ചു ഈ കുട്ടി ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് സമയമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹയർ സ്റ്റഡീസിനൊന്നും പോവാതെ നിന്നിട്ടുള്ള ഒരു സമയത്ത് കുട്ടി എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുണ്ടാവും എന്നൊക്കെ ഇയാൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വീടെങ്ങനെ കൊണ്ട് നടക്കണം, എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാൽ ഇയാളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. പിന്നെ അതിനിടയ്ക്ക് ഈ കുട്ടി ഗർഭിണിയായി. പിന്നെയും കുറേ ദിവസം ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അവളുടെ വീട്ടിൽ തന്നെ പോയി നിന്നിട്ട് അപ്പോഴും ആ അമ്മയും എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ അപ്പോഴും ആ കുട്ടി അങ്ങനെയാണ് ജീവിച്ചത്. പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതും ഒരു 6 മാസത്തിനൊക്കെ ശേഷമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെയും കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് അപ്പോൾ പയ്യൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കും. നമ്മൾ പോയി കഴിയുമ്പോൾ പിന്നെ മോളുടെ വീട്ടിലേക്ക് തന്നെ പോകും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഈ കുട്ടി ലൈഫിൽ എന്തൊക്കെ വേണം, നമ്മുടെ ഹസ്ബൻഡ് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, ഇയാൾ കുറേ കാര്യങ്ങൾ ഈ കുട്ടി വന്നു കഴിഞ്ഞാൽ ലൈഫൊന്ന് സെറ്റ് പ്രായത്തിലുണ്ടാകുന്ന കുറേ കളികളിലൂടെയാണ് ഇയാൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് പല പ്രണയങ്ങളും ഇയാൾക്ക് ഇത് ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി പിന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു വീട്ടത്തേക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ മറ്റതൊക്കെ വിട്ടിട്ട് പിന്നെ ഈ കുട്ടിയുടെ പിന്നാലെ അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയതാണ്.
അപ്പോൾ ആ പ്രായത്തിൻ്റെതായ കുറേ കൃതികൾ എന്നൊക്കെ പറയും പോലെ തന്നെ. പിന്നെ അതിൽ ഒരു പെൺകുട്ടിയെ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ആ പെൺകുട്ടി വിവാഹം കഴിച്ച് പോയപ്പോൾ ഇയാളാകെ തകരും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയിലേക്ക് പിന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഇയാൾ ആകെ പിടുത്തം വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. ആദ്യം പ്രണയിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കും. ആ പെൺകുട്ടിയെ ഇയാൾക്ക് അന്ന് വിവാഹം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി വേറെ വിവാഹം കഴിച്ച് പോയത്. അന്ന് അയാൾക്ക് അതിനുള്ള അവസ്ഥയോ സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനില്ലാതെ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനൊരു മുൻപോട്ട് വരാനും അല്ലെങ്കിൽ അന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനോ ഒരാളും ഇല്ലാത്തൊരവസ്ഥ കൊണ്ടൊക്കെയാണ് ആദ്യത്തെ പ്രണയം അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ച് പോകാൻ കാരണമുണ്ടായത്. കാരണം ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചതും. കാരണം ഇയാൾ വിവാഹം കഴിക്കില്ലേ എന്നുള്ളത് തന്നെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയായിരുന്നു. അയാൾ ഓരോ ഒഴിവ് പറയുമ്പോൾ കുട്ടിക്ക് വീട്ടുകാരുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായതാണ്. പക്ഷെ ഒരുപാട് സങ്കടത്തോടെയാണ് ആ പെൺകുട്ടി ആ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അതോടുകൂടി ഇയാൾ ആകെ തകർന്ന് തരിപ്പടാവും ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് റിക്കവറായി വന്നപ്പോഴാണ് പിന്നീട് അന്നും മറ്റേ പെൺകുട്ടിയെ പ്രണയിക്കുന്ന സമയത്തും ഈ പെൺകുട്ടി ഇയാളെ പ്രണയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് പോയത് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് തോന്നി. ഇനി അവൾ പോയാലും ഇനി എനിക്കെന്നെ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവൾ ആഞ്ഞു പിടിച്ചതാണ്. അങ്ങനെ അവനെ ഈ പെൺകുട്ടിക്ക് തന്നെ കിട്ടും ചെയ്തു. പക്ഷെ ഈ ഒരു കുടുംബജീവിതം സക്സസ് ആക്കി കൊണ്ടുപോകാൻ ഇയാൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അതൊരു പെൺകുട്ടിയായിരുന്നു ഈ കുട്ടി. അവിടെയാണ് അവർക്ക് ആകെ ബുദ്ധിമുട്ടായി പോയത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇയാൾ കുറേ അക്സെപ്റ്റ് ചെയ്ത് ഈ പെൺകുട്ടി ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം, എങ്ങനെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തി കൊണ്ടുപോകുന്ന ഒരാളാവണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാവണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളാവണം എന്നൊക്കെ ഇയാൾ ഭാര്യയെക്കുറിച്ച് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ സങ്കല്പങ്ങളാണ് ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. ആദ്യം പ്രണയിച്ച ആ പെൺകുട്ടി നല്ല നിലയ്ക്ക് അവൾ ആ കുടുംബജീവിതം കൊണ്ടുപോകണമൊക്കെ ഇയാൾ ഇടയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയല്ലോ, എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരാളായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനും ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് അതുപോലെ ആയി പോയേനെന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ്. മറ്റേ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾ ആ കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകണ കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ ഞാനും അതുപോലെ ആയിരുന്നേനെ, എനിക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്ന് ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു വൈഫല്ലേ എൻ്റേത് എന്ന് വിചാരിച്ചിട്ട് അയാൾ ഭയങ്കര അധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ പ്രണയിക്കുന്ന സമയത്തുള്ളത് പോലെ ആവില്ല കുടുംബജീവിതത്തേക്ക് കടക്കുമ്പോൾ. നമ്മൾ പലയിടത്തും കാണുമ്പോൾ വിചാരിക്കും ഇവളതിന് തന്നെ വില്ലിങ്ങാണ്, അല്ലെങ്കിൽ ഇവളെ കൊണ്ടതിന് പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ആവില്ല. ആ കുടുംബജീവിതം തുടങ്ങി അത് സക്സസ് ആക്കി എടുക്കാൻ കഴിയുന്ന അവസ്ഥ പലരും പ്രതീക്ഷിക്കുന്നതാവില്ല, പലരിൽ നിന്നും കിട്ടുന്നതും. ഇയാൾക്ക് അതാണ് സംഭവിച്ചത്. പിന്നെ ഇയാൾക്ക് ആ ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പും വെറുപ്പുമായി. ഒരു കുഞ്ഞും കൂടെ ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആളോടുള്ള ഒരു മെൻ്റലി ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയില്ലേ, അതില്ലാത്തത് കൊണ്ട് ഒരു കുഞ്ഞു മതി എന്നുള്ള ഒരു തീരുമാനം എടുത്ത് അവരങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഭാര്യയോട് സ്നേഹക്കുറവ് കാണിക്കുന്ന ഒരവസ്ഥ ഒന്നുമില്ല. എല്ലാം ചെയ്തു കൊടുക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കാനും എല്ലാം ചെയ്യാനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഭാര്യയോടുള്ള ഒരു മനസ്സിലുള്ള ഒരു സ്നേഹം അതുമാത്രം അയാൾക്ക് അങ്ങനെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇയാൾക്ക് തകർച്ചല്ലാതെ മറ്റൊന്നും ഉണ്ടായതുമില്ല. ഉണ്ടായിരുന്ന സാമ്പത്തിക അവസ്ഥയും ഇയാൾ പിന്നെ ഒരു ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പ് വന്നപ്പോൾ എന്താണ് എല്ലാ വൃത്തികേടുകളും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമായി. രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ വീട്ടിൽ കയറി വരുന്നത്. കാരണം ഭാര്യ അതിനും ഒരു എതിരഭിപ്രായമോ അല്ലെങ്കിൽ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ പോലും ഭാര്യയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അയാൾ വരുന്നു, ഭക്ഷണം വിളമ്പി കൊടുക്കണു, അയാൾ കഴിക്കണു, അയാൾ കിടക്കണു, അങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത അല്ലെങ്കിൽ ചിലരൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എന്താണ് ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ അവളെന്നോടൊന്ന് കാര്യത്തിൽ സംസാരിച്ചെങ്കിൽ അവൾ ഞാൻ ചെയ്യേണ്ടതെന്ന് അവളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ചിന്തിക്കണം. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ചിലർക്കാണ് നമ്മൾ പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. ചില ആൾക്കാരെന്താണ് അവളൊന്ന് എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പലരും പല വിധത്തിലല്ലേ, പല മനുഷ്യരും പല സ്വഭാവം എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കെയറിങ് ആണ് ഭാര്യയിൽ നിന്നും ഇയാൾ പ്രതീക്ഷിച്ചത്. അയാളെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മോശമാണ്, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളൊരു നിർബന്ധം പിടിക്കുന്ന ഒരു ഭാര്യയാണ് ഇയാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരം ഒരു ശ്രദ്ധയില്ലാത്തൊരു ഭാര്യയായിപ്പോയി ഇയാളുടെ ഭാര്യ.
അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇയാൾ എല്ലാം നശിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആർക്കും ഒന്നിനും ശ്രദ്ധയില്ല, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന പോലെ കുറേ വർഷങ്ങൾ അങ്ങനെ കഴിച്ച് കൂട്ടി. അതിന് മോള് വളർന്ന് വിദ്യാഭ്യാസമൊക്കെ നേടി മോളുടെ വിവാഹം എത്താനാകുന്ന സമയത്താണ് ആദ്യം പ്രണയിച്ച ആ സ്ത്രീയെ വീണ്ടും കണ്ടുമുട്ടിയതും പിന്നെ അയാളുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഉപദേശങ്ങൾ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ അവർ വീണ്ടും തുടർന്നു. മറ്റു റിലേഷനൊന്നും ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ ഒരു ആദ്യം പ്രണയിച്ച ആ ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഇയാളുടെ ലൈഫ് ബെറ്ററാക്കി കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ അയാളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർ വിചാരിക്കുന്നത് പോലുള്ള ഒരു കാര്യങ്ങൾ ആ ഒരു ലൈഫിൽ നടന്നിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി, ഭാര്യയുണ്ട് മക്കളുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലരങ്ങനെയാണ്. അതൊന്നും ഒരു സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല. അവനവൻ വിചാരിച്ച പോലുള്ളൊരു ലൈഫ് ഇല്ലെങ്കിൽ ആരും അതിൽ സന്തോഷമാവില്ല. അതുപോലെ പങ്കാളി പെരുമാറിയിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷം ഉണ്ടാവില്ല. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ ആവുമ്പോൾ മാത്രമാണ് ആ ജീവിതത്തിലൊരു ഭംഗിയും നിറവും സന്തോഷമൊക്കെ കാണാൻ കഴിയുള്ളൂ. പ്രണയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെയും ലൈഫ് സക്സസ് ആവില്ല. നമുക്ക് മുന്നേ പരിചയമുള്ള ഒരു വ്യക്തിയെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം ലൈഫൊന്നും സക്സസ് ആക്കി കൊണ്ടുപോകാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. നന്നായി പെരുമാറുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ, ഇനി അപ്പം കണ്ട ഒരാളാണെങ്കിലും കൂടിയിട്ട് അതിന് കഴിവുള്ള ആൾക്കാരാകുമ്പോൾ മാത്രമാണ് ലൈഫ് ബെറ്ററായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവ പാഠം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ പ്രണയിച്ചു അല്ലെങ്കിൽ നമുക്ക് മുൻ പരിചയമുള്ള വ്യക്തികളാണ് രണ്ടുപേരും എന്ന് വിചാരിച്ചിട്ടൊന്നും കുടുംബജീവിതം ഭംഗിയായിട്ടും സക്സസ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. ജീവിതം വിജയിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് സന്തോഷപൂർണ്ണമാക്കുക എന്നുള്ളത്, മറ്റൊരാളുടെ മനസ്സ് എന്താണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന പങ്കാളി തന്നെ ആയിരിക്കണം. അയാൾ എന്താണ് തന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, താൻ അയാളോട് എങ്ങനെ വേണം എന്നുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരാവണം. ആർക്കാനോ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു കാര്യത്തിലും ഉത്തരവാദിത്തമില്ലാതെ, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ, ഒരു കാര്യം നോക്കാതെ അങ്ങനെയൊന്നും മുന്നോട്ട് പോകണ ഒരു കുടുംബജീവിതത്തിനകത്തും ഒരാളും സന്തോഷവാനായിരിക്കില്ല. അവർ മറ്റുള്ളവരുടെ അടുത്തേക്ക് അവരുടെ ശ്രദ്ധ പോകാൻ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു കാരണം തന്നെയാണ്. അവർ പല ഭർത്താക്കന്മാരും മറ്റ് സ്ത്രീകളിൽ അഭയം തേടുന്ന അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നത് അവൻ്റെ വീട്ടിലൊരു ഭാര്യ ഇല്ല എന്നൊക്കെ പലരും ചോദിക്കുന്ന, അല്ലെങ്കിൽ അവനൊരു പെണ്ണില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫല്ല അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ആരും ചിന്തിക്കില്ല. ഓരോ വ്യക്തിക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതുപോലെ ആവണ്ടേ, ഇയാളൊരു ബിസിനസ് നടത്തുന്ന സമയത്ത് കെട്ടുകണക്കിന് പൈസ കൊണ്ടുവന്ന് വെടിനടിയിലിട്ടിട്ട് രാത്രി നന്നായി മദ്യപിച്ചിട്ടും വന്നിട്ടുണ്ടാവും. ഈ പൈസയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇയാളിങ്ങനെ വരുന്ന അവസ്ഥയെ കുറിച്ചിട്ടും ഈ ഭാര്യ ഒരക്ഷരം ചോദിക്കാറില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കും. കൊണ്ടുവരുന്ന പൈസയെങ്കിലും നമ്മളതൊരു ഉത്തരവാദിത്വത്തോടു കൂടി അത് എന്താണ് ഏതാണ്, എന്തിനാണ് നീ ഇങ്ങനെ ആയി പോണത്, നിനക്ക് ഇത്രയും വരുമാനം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നശിപ്പിച്ച് കളയുന്ന കൊണ്ട് എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ പറയണം ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതൊന്ന് ഉത്തരവാദിത്വത്തിൽ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്ന് വേണ്ടത് ഇതൊന്ന് ശ്രദ്ധിക്കാനോ കഴിവില്ലാത്തൊരു ആൾക്കാരാണ്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യമാണ് അയാളിൽ നിന്നും വന്നത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അയാൾ കുറേ കഷ്ടതയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വഭാവദൂഷ്യത്തിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക നഷ്ടവും മറ്റ് ബിസിനസ് തകർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ ശ്രദ്ധയില്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകണം. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുന്ന പോലെ അയാൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി. എന്നിട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന് വെക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ഒരു കണക്കോ അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ഈ അവസ്ഥയിലാവില്ല എന്നുള്ള അയാൾ പറയാം. അപ്പോഴും അയാൾ അങ്ങനെ ചെയ്താലും ഇയാൾ ഭാര്യയിൽ ഒരു ആശ്വാസം കാണാൻ ശ്രമിച്ചിട്ടും പക്ഷെ ഭാര്യ ആ ഒരു കൊണ്ടുവരുന്ന പൈസയിൽ വരെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടുള്ള ഒരു ദുരനുഭവങ്ങളാണ് ഈ ലൈഫിൽ മുഴുവൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കുടുംബജീവിതത്തിനകത്ത് കഴിവും പ്രാപ്തിയും അത് കൊണ്ട് നടക്കാനൊക്കെ സാമർഥ്യമൊക്കെ ഉള്ള ഭാര്യമാരെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളത് അർത്ഥം. വെറും പാവകളായി ജീവിക്കുന്ന ഭാര്യയെ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ സ്ത്രീകളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. കഴിവുള്ള സ്ത്രീകളെ സ്നേഹിക്കാനും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ അവരുടെ ഒരു കയറ് കിട്ടി മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇങ്ങനെയൊക്കെ ആണ് പലരുടെയും ലൈഫിൽ പല കാര്യങ്ങളും വന്നു പോണത്. ആരും ഒന്നും സ്വപ്നം കണ്ട പോലെയല്ല ഒരാളുടെയും ലൈഫ് ഉണ്ടാവുക. അത് നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്
അത് പങ്കാളിയെ മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ അവരെന്താണോ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പങ്കാളി മനസ്സിലാക്കുക തന്നെ വേണം. അപ്പം മാത്രമാണ് രണ്ടുപേർക്കും സന്തോഷപൂർണ്ണമായൊരു ജീവിതം ഉണ്ടാവുള്ളൂ. ഓരോരുത്തരും നമ്മളുടേത് സ്വന്തം എന്ന് ആ ഒരു കൺസെപ്റ്റും വരണമെങ്കിൽ അങ്ങനെ വേണം. അല്ലെങ്കിൽ തന്നെയാണ് ഈ പുരുഷന്മാരൊക്കെ പ്രത്യേകിച്ചും ഒരു ശ്രദ്ധയില്ലാതെ പിന്നെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു ശ്രദ്ധയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ത്രീകളുടെ അടുത്തേക്ക് പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതൽ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഏത് കാര്യത്തിനാണെങ്കിലും ഒരു കെയർ എപ്പോഴും വേണം. കുടുംബജീവിതമാകുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിലും ഭാര്യയിലും ഒരു കെയർ വേണം. ഇല്ലെങ്കിലാണ് പലപ്പോഴും മറ്റുള്ള ഒരാളുടെ അടുത്തേക്കുള്ള ഒരു നോട്ടത്തിനുള്ള ചാൻസ് കൂടുതലായി പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.